ഹലോ എവ്രി വൺ. ഇന്ന് മാക്കറോണി വെച്ചിട്ട് വൈറ്റ് ക്രീമി ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിന് മാക്കറോണി ഇതാ വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ്. ചിക്കൻ ഇത് ബോൺലെസ് ചിക്കനാണ്. ഞാൻ കുറച്ച് ഉപ്പും പെപ്പർ പൗഡറും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്വീറ്റ് കോണും വേവിച്ച് വെച്ചിട്ടുണ്ട്. ബട്ടർ ചൂടാക്കി അതിലേക്ക് ഗാർലിക്ക് ഒരു 5 to 6 ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് സോട്ടേ ചെയ്യാം. ഇതിൻ്റെ കൂടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സും ഒന്ന് സോട്ടേ ചെയ്ത ശേഷം നമ്മുടെ ചിക്കൻ പീസസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് നമുക്കൊന്ന് സോട്ടേ ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ വീണ്ടും ഞാനൊരു പാൻ എടുത്തു. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 4 to 5 ഗാർലിക് ചോപ്ഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വന്ന ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സ്വീറ്റ് കോൺ ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് കോണും ഇനി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെജിറ്റബിളൊക്കെ അവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ചിക്കൻ സോട്ടേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് വേണമെങ്കിൽ വെറും വെജിറ്റബിൾ മാത്രം ഇട്ടിട്ട് നമ്മുടെ മാക്കറോണി ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്പൈസസ് ഒറിഗാനോ ആണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മാക്കറോണി ഇതാ വേവിച്ച് വെച്ചിട്ടുണ്ട്. മാക്കറോണി കുറച്ച് കൂടുതൽ ഒന്ന് വെന്തു പോയി. നമുക്ക് ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫൈനൽ പ്രോഡക്റ്റ് റെഡിയായപ്പോൾ. ഇപ്പോൾ ഇതാ ചിക്കനും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ 1 പാക്കറ്റ് ഫുൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം. അതേപോലെ തന്നെ നമുക്ക് ചീസും ആഡ് ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ സ്ലൈസ് ചീസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ചീസും ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 4 to 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലൊന്ന് നമുക്ക് ചൂടാക്കി അടച്ച് കവർ ചെയ്തൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേനും ചീസും ഒക്കെ മെൽട്ടായിട്ട് വരും. നമ്മുടെ ക്രീമും ചീസും എല്ലാം കൂടി നമ്മുടെ മാക്കറോണിയിൽ അങ്ങോട്ട് പിടിച്ച് വന്നോളും. അപ്പോൾ ഒരു 4-5 മിനിറ്റിലേക്ക് ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇതാ അടുപ്പത്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈറ്റ് ക്രീമി മാക്കറോണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.